ഹായ്, നമുക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഞണ്ട് കറി വെക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഈ ഞണ്ടിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. എല്ലാവരും ഇതുപോലെയാണോ വൃത്തിയാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഞണ്ട് ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത്. ആദ്യം അതിൻ്റെ കാലും കൈയെല്ലാം ഒന്ന് പിച്ചി കളഞ്ഞിട്ട് അതിൻ്റെ വലിയ തോടെടുത്ത് കളഞ്ഞിട്ട് അതിനകത്തിരിക്കുന്ന വേസ്റ്റ് എല്ലാം കളയും. പിന്നെ അതിൻ്റെ ഈ പൂവും ഞാനങ്ങ് കളയും. ഇനി ഇതിൻ്റെ കാലും കൈയെല്ലാം ഞാൻ അടുത്ത സെറ്റായിട്ടാണ് വൃത്തിയാക്കുന്നത്. ആദ്യമേ ഈ മാംസമുള്ള ഭാഗം അങ്ങ് വൃത്തിയാക്കി എടുക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വാല് പോലൊരു സാധനമുണ്ട്, അതെല്ലാം ഇളക്കി കളയും. പിന്നെ ഇതിനകത്തിരിക്കുന്ന ഈ വേസ്റ്റ് ഞാനങ്ങ് കളയും. ഇത് കുഞ്ഞു ഞണ്ടായതുകൊണ്ട് മാംസവും കൂടി ഇതിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി നേരം വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കി കഴുകുന്നില്ല. പിന്നെ 2-3 വെള്ളം കഴുകുമ്പോൾ വൃത്തിയായിക്കോളും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഞണ്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഞണ്ട് കറി പല രീതിക്ക് വെക്കും. ഞാനൊരു എളുപ്പ വഴിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഞണ്ട് കറി ആക്കാൻ കാരണം വൈകിട്ട് മോള് ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞണ്ടാക്കിയതാണ്. ഞണ്ട് കറിയും ചീനിയാണ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ. അങ്ങനെ ഞണ്ടിനെ എല്ലാം വൃത്തിയാക്കി എടുത്തു. അങ്ങനെ ഈ വലിയ മാംസമുള്ള ഭാഗം ഞാൻ അങ്ങ് സെപ്പറേറ്റ് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാലും കൈയെല്ലാം വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒത്തിരി നേരം വെള്ളത്തിലിട്ട് കഴുകുമ്പോഴത്തേന് മാംസവും കുറച്ച് വെള്ളത്തിലായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഞാനങ്ങ് മാറ്റി വെച്ചത്. ഇതിൻ്റെ ഈ വലിയ കൈക്കകത്തൊക്കെ മുള്ളുകൾ കണക്ക് നിൽപ്പുണ്ട്. അത് ഞാൻ കത്രികയ്ക്കങ്ങ് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ കയ്യും കാലും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഞണ്ട് തന്നെ പല രീതിക്ക് കറി വയ്ക്കും. തേങ്ങ അരച്ച് വെക്കുന്നവരും ഉണ്ട്. ഞാൻ എപ്പോഴും ഈ രീതിക്കാണ് കറി വയ്ക്കാറുള്ളത്. ഇവിടെ ഇങ്ങനെ വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇന്ന് വെക്കുന്ന ഈ രീതിക്കാണ് എപ്പോഴും ഞണ്ട് കറി വയ്ക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വാരി വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കും. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടുന്നത് സവാളയും തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം വേണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി നമുക്ക് ഈ സവാളയൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് അത് തീരെ പൊടിയായിട്ടൊന്നും അരിയണ്ട, എങ്ങനെയും ഒന്ന് സവാള അരിഞ്ഞെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഈ സവാള കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് അടുപ്പിലിട്ട് വഴറ്റുകയും ചെയ്യാം. ഞാൻ പക്ഷേ ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടി ഈ സവാള ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സവാള വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. സവാള വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചീനി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ എടുക്കാം. ചീനി ഞാൻ എപ്പോഴും തൊലി കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടാണ് അരിയുന്നത്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന മണ്ണും പൊടിയെല്ലാം അങ്ങ് പോയി കിട്ടും. പിന്നെ നമ്മളിത് കഴുകി എടുക്കുമ്പോഴത്തേന് നല്ല വെളുത്ത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ മണ്ണ് കടിച്ചാൽ അറിയത്തില്ല. ചീനി അരിയുന്നതിലും വ്യത്യാസമുണ്ട്. പലരും പല രീതിക്കായിരിക്കും അരിയുന്നത്. ഇത് വളരെ പെട്ടെന്ന് വേവുന്ന ചീനി ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചില ചീനിക്ക് കട്ട് കാണും. കട്ടുള്ള ചീനിയാണെങ്കിൽ 2 തവണ ഊറ്റണം. ഇതിപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഊറ്റ് എടുത്താൽ മതി. അങ്ങനെ ഞാൻ എന്തായാലും ചീനി കഴുകി എടുത്ത് ചെറുതായിട്ട് കൊത്തി അരിയുകയാണ്. ഞാൻ ഇങ്ങനെയാണ് അരിയാറുള്ളത്. നമ്മളിങ്ങനെ കൈ പിടിച്ച് കൊത്തി അരിയുമ്പോൾ ഇതിൻ്റെ നാര് നമുക്ക് വേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കളയാൻ എളുപ്പമാണ്. ചീനി നമ്മളിങ്ങനെ അരിഞ്ഞു പോകുമ്പോൾ ഈ കട്ടിയായ ഭാഗം നമുക്ക് കിട്ടുവാണെങ്കിൽ അത് അരിഞ്ഞിടണ്ട, അതങ്ങ് മാറ്റിക്കളയാം. അല്ലെങ്കിൽ അത് ഇളക്കുമ്പോഴും ഇങ്ങനെ കട്ടിക്ക് തന്നെ കിടക്കും, ഉടഞ്ഞ് ചേരത്തില്ല. അപ്പോൾ കട്ടിയായിട്ടുള്ള ഭാഗം നമുക്കങ്ങ് കളയാം. ഇനി ഇതൊരു 2 വെള്ളത്തിൽ കഴുകി വാരിയെടുത്ത് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് വേവിക്കുകയാണ്. ഞാനിതിപ്പോൾ എല്ലാം വിറകടുപ്പിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. കുക്കറിൽ ഉള്ളി വേവുന്നുണ്ട്, ചീനി അടുപ്പിൽ വേവുന്നു. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചീനിയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇത് തേങ്ങ ഇല്ലാതെ നമുക്ക് ചതച്ചെടുക്കാം. ഞാൻ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കരിയാപ്പില ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. തേങ്ങ ഒഴിവാക്കി ബാക്കി ഇത്രയും സാധനം കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇത് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീനി തിളച്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചീനി ഒന്ന് ഊറ്റിയെടുക്കണം. ഇതിപ്പോൾ കട്ടില്ലാത്ത ചീനി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരൊറ്റ തിളയ്ക്ക് തന്നെ ഊറ്റിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അടുത്ത തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് വേണം ഊറ്റിയെടുക്കാൻ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം പോയി കിട്ടും. അതിനുശേഷം ഇത് നമ്മൾ വേവിച്ച കലത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ആ കലത്തിലേക്ക് തന്നെ ചീനി തട്ടിയിട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് ഇനി നമുക്കിതിൻ്റെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചതച്ച് വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ്.
അരപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും വീട്ടിലെ കണക്കനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ചൂടോടുകൂടി തന്നെ അടച്ചിട്ട് നമ്മൾ ചെറിയ തീയിലിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അടുപ്പ് കണലുള്ളതുകൊണ്ട് ഞാൻ അടുപ്പിൽ തന്നെ ഇത് ഇട്ടേക്കുകയാണ് ചെയ്യുന്നത്. ചീനി ഒരുവിധം സെറ്റായി. ഇനി നമുക്ക് അടുത്തതായിട്ട് കറിയിലേക്ക് പോകാം. കറിക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നീട് തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവാനായിട്ട് വെച്ചിരുന്ന സവാള നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ തീ ഓഫാക്കി അങ്ങനെയും വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കറി വയ്ക്കുന്ന ചട്ടി എടുത്ത് നല്ല ചൂടായി കഴിയുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം ഇട്ട് നല്ലതായിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് എണ്ണയിൽ കിടന്ന് ഒരല്പം ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തക്കാളിപ്പഴവും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ഇതിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇഞ്ചിയിലും വെളുത്തുള്ളിയുടെയും പേസ്റ്റിൽ കിടന്ന് ഞണ്ട് നല്ലതുപോലെ വെന്ത് വരും. ഞണ്ടിൽ നിന്ന് തന്നെ ഒരല്പം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതിനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഞണ്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അല്പം പണിയുണ്ട്. നമ്മൾ നേരത്തെ വേവാനായിട്ട് വെച്ചിരുന്ന സവാള നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ചൂടെല്ലാം ഒന്ന് മാറിയ ശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാനെടുത്തത് ഇതിന് വേണ്ടുന്ന മസാലകളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല ഇത് ഇത്രയും ഇട്ട് ഒന്ന് വറുത്തെടുക്കും. അതിനുശേഷമേ ഞാനിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കത്തുള്ളൂ. പൊടികൾ ഇങ്ങനെ എടുത്ത് വറുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടിയിൽ എല്ലാ പൊടികളും എടുത്ത ശേഷമേ വറുക്കാനായിട്ട് അടുപ്പ് കത്തിക്കാവൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പം നമ്മളിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം നേരത്തെ വേവാനായിട്ട് വെച്ചിരുന്ന ഞണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞണ്ടിലെ വെള്ളമെല്ലാം ഇറങ്ങി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നേരത്തെ ഞാൻ പൊടി വറുത്തെടുത്ത ചട്ടിയിൽ ഒരല്പം വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് അധികം വെള്ളം ആവാതെ കുറുകിയ ഗ്രേവി കണക്കാക്കി എടുക്കുകയാണ്. അപ്പം കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരല്പം നേരം കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിൻ്റെ മണ്ടയിൽ ഒരു 2-3 തണ്ട് കരിയാപ്പിലയും കൂടെ നിരത്തി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അടച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കറി സെറ്റാകും. അപ്പം നമുക്കിത് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാം. കറി റെഡിയാകുമ്പോഴത്തേന് നമുക്കിനി ചീനി ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ അരപ്പിട്ട് കണലിൽ വെച്ചിരുന്ന ചീനി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുടുപ്പ് വെച്ചിട്ട് ഇളക്കിയെടുക്കാം.
അങ്ങനെ ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ഗ്രേവിയോട് കൂടിയ ഞണ്ട് കറി റെഡിയായി. ഇത് വെന്ത് വരുമ്പം നമ്മുടെ അടുക്കള മൊത്തവും നല്ല മണമായിരിക്കും. പിന്നെ നമുക്ക് ഈ കറി തന്നെയാണ് കടയിൽ നിന്നും കിട്ടുന്നത്. ഇതേ മണവും ടേസ്റ്റും ഒക്കെ തന്നെയാണ്. നമ്മളിങ്ങനെ ഉള്ളി അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് നല്ല കുറുകിയ ഗ്രേവി കിട്ടും. നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം. എനിക്കിതിപ്പോൾ കറക്റ്റാണ്. അപ്പം ഞാനിവിടെ കൊണ്ട് തീ നിർത്തുകയാണ്. ഇനി എല്ലാം ഒന്ന് ഇളക്കിയെടുത്തു. അപ്പം നമ്മുടെ ഞണ്ട് കറി ഇതാണ്. അങ്ങനെ നമുക്ക് ഞണ്ട് കറിയായി, ചീനിയായി, എല്ലാം ആയി.